ഓ, ഇതത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. ദിവസവും ഈ തുണി എടുക്കുക, തുണി മടക്കുക, തുണി വിരിക്കുക. അത് പ്രത്യേകിച്ച് വെള്ളവും കൂടി ഇല്ലാത്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. കാര്യം ശരിയാണ്, നല്ല പട്ടണത്തിലൊക്കെയാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ബോംബെയിലാണെങ്കിലും ഈ കാണാൻ ആളുകൾക്ക് മുഴുവനുള്ള വെള്ളം എവിടെ നിന്ന് വരാനാ? ഇനി അഥവാ അങ്ങനെയുള്ള വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് കൃത്യമായിട്ട് എത്തിച്ചു തരാനായിട്ട് അതിൻ്റെ ഒഫീഷ്യൽസിന് വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും ഒരു പക്ഷേ ഇതുകൊണ്ടുള്ള ലാഭം മുഴുവൻ ടാങ്കർ ലോറിക്കാർക്കായിരിക്കാം, അല്ലെങ്കിൽ ബിസ്ലേരിയോ അതുപോലെ എന്തെങ്കിലും ഒരു കമ്പനി ബോട്ടിൽസിൽ ഇറക്കുന്ന വെള്ളത്തിനായിരിക്കും. ഏതായാലും കുറച്ച് ദിവസമായിട്ട് വെള്ളവുമില്ല. അങ്ങനെയൊക്കെ ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, തുണി മടക്കൽ, തുണി വിരിക്കൽ, ഇങ്ങനെ പതിവായിട്ട് വീട്ടമ്മമാരുടെ ചില പണികളൊക്കെ ഇങ്ങനെ ചെയ്ത് കുറേ വർഷങ്ങൾ കൊണ്ട് ചെയ്ത് മടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും മടുത്തിട്ടില്ല. എങ്കിലും ചില സമയത്തൊക്കെ വല്ലാത്ത ഫ്രസ്ട്രേഷൻ വരും. കാരണം ഇത് ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. ചില സമയത്ത് തോന്നും ഒന്ന് ഓടി രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഒരു നല്ല ഭംഗിയുള്ളൊരു മുറിയിലിരിക്കാം, എന്തെങ്കിലും 2 പുസ്തകം എടുത്ത് എഴുതാം, വരയ്ക്കാം, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ അതെല്ലാം ഒന്ന് പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നെങ്കിലും തൊട്ട് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് ഫോട്ടോഗ്രാഫി വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുകയും പിന്നെ അതുപോലെ തന്നെ ഞാനൊരു കോളർ മൈക്കൊക്കെ വാങ്ങിച്ചു. അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുകയാണ്. അപ്പോൾ ആകാശം കണ്ടോ? എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കണ്ടോ, നല്ല മേഘങ്ങളുടെയൊക്കെ വീഡിയോ എടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അല്ലേ? അപ്പം ഞാനിവിടെ ഒരു കസേരയൊക്കെ എൻ്റെ ബാൽക്കണിയിൽ ഇരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പൊടിയൊക്കെ പിടിച്ചു. അപ്പോൾ അത് ഞാനിങ്ങനെ പൊടിയൊക്കെ ഒന്ന് തൂത്തിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇതാണ് എൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ചില ദിവസമൊക്കെ രാവിലെ ലേറ്റായിട്ട് എഴുന്നേൽക്കാറുണ്ട്. ഒരു കാര്യത്തിനും പ്രത്യേകിച്ച് ഭയങ്കര ഓർഡറിൽ എനിക്ക് പോകാൻ പറ്റാറില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളുടെ ഹെൽത്ത്, അതുപോലെ മറ്റ് പല സാഹചര്യങ്ങളും, നമ്മൾ കൃത്യമായിട്ട് കിടന്നുറങ്ങി കൃത്യമായ ഒരു സമയത്ത് എഴുന്നേൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതൊന്നും നടന്നൊന്നിരിക്കില്ല. പക്ഷേ ഇന്നിപ്പം എനിക്ക് യൂട്യൂബിലേക്ക് വേണ്ടി വീഡിയോ എടുക്കണമെന്നുള്ള എൻ്റെ മനസ്സിനെ തന്നെ നിർബന്ധിച്ചിട്ട്, ഒരു മിനിറ്റ്, ഞങ്ങളുടെ ഇവിടുത്തെ മെട്രോ ട്രെയിനാണ് കേട്ടോ. ഇത് ഇവിടുന്ന് ഇങ്ങനെ കാണാവുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും. എൻ്റെ കുഞ്ഞ് ചെമ്പരത്തിപ്പൂവൊക്കെ ഇങ്ങനെ വന്ന് മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ചും കൂടി ചെടികൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. പിന്നെ സ്ഥിരമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ രാവിലത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ രാത്രി കഴുകാൻ സാധിച്ചില്ല. അപ്പോൾ കുറച്ച് പാത്രം ഞാൻ കഴുകി വയ്ക്കും, കുറച്ച് എന്നെ സഹായിക്കാൻ വരുന്നവർ കഴുകും. ഇതിനൊക്കെ രസം എന്താണെന്ന് വെച്ചാൽ രാവിലെ 10 മണിക്ക് മുമ്പ് നമുക്ക് ജോലികൾ തീർക്കേണ്ടി വരും. കാരണം ഇപ്പം വെള്ളത്തിനുള്ള ക്ഷാമം കാരണം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇത് ഈ ഓപ്പോസിറ്റ് കാണുന്ന ഈ വഴി കണ്ടോ? ഇവിടുത്തെ ഈ സീബ്ര ലൈനിൽ കൂടിയാണ് എൻ്റെ ഹസ്ബൻഡ് റോഡ് ക്രോസ് ചെയ്തപ്പോൾ അവിടെ ഒരു ടേണിങ് കണ്ടോ? ആ ടേണിങ്ങിൽ നിന്ന് ബൈക്ക് ഫാസ്റ്റായിട്ട് വന്നിട്ട് ഇടിച്ച് അപകടമുണ്ടായത്. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഹെൽമെറ്റ് ബൈക്ക് ഓടിക്കുന്നവർക്ക് മാത്രം പോരാ, റോഡിൽ കൂടി നടക്കുന്നവർക്കും കൂടി ഹെൽമെറ്റ് എല്ലാവരും വെച്ചും കൊണ്ട് നടക്കാം അല്ലേ? അതുപോലെ നമ്മൾ, കാരണം തല മാത്രമല്ല നമ്മൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പോകുന്നത്, കയ്യോ കാലോ മുട്ടോ ഒക്കെ പോകാം. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിക്കറ്റ് താരങ്ങളൊക്കെ കാലിലും കയ്യിലൊക്കെ ഇടുന്ന ചില സേഫ്റ്റി സാധനങ്ങളൊക്കെ ഇല്ലേ, അതും അല്ലെങ്കിൽ നമ്മൾ ഈ സ്പേസിലൊക്കെ പോകുമ്പോൾ ആളുകൾ എന്തൊക്കെയോ ധരിക്കുമല്ലോ, അതെല്ലാം കൂടി ഇട്ട് ധരിച്ചിട്ട് റോഡിൽ കൂടി നടക്കാമെന്നാണ് ഇപ്പോഴത്തെ ആളുകളുടെ വണ്ടി ഓടിക്കൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഞാൻ ഒറ്റയടിക്ക് കുറേ സംസാരിച്ചു. രാവിലെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം തോന്നി. എൻ്റെ എല്ലാ യൂട്യൂബ് വ്യൂവേഴ്സിനും എൻ്റെ പ്രത്യേക താങ്ക് യു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് for watching my videos and supporting me and for being with me.
because you are giving a lot of courage and encouragement for making new videos. Yesterday I made it two comedy videos, which is actually it is from the movie Nadodi Katte, where Mohanlal and Srinivasan is talking, and there Mohanlal is saying, let us think. No, Srinivasan is thinking, okay, let us. ഇപ്പോഴാണ് ബ്ലൂപ്പറൊക്കെ കയറി വരുന്നത്. മര്യാദയ്ക്ക് മലയാളത്തിൽ സംസാരിച്ചാൽ പോരെ അല്ലേ? അതായത് എന്നാലും ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ ഇവിടെ കുറേ ഹിന്ദിക്കാരൊക്കെ എൻ്റെ വീഡിയോ കാണാറുണ്ട്, പാവങ്ങൾ. അപ്പോൾ എൻ്റെ മലയാളത്തിൽ കോമഡി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് വേണ്ടി പറയാണ്. മോഹൻലാൽ ഈസ് സെയിങ്, when Srinivasan is suggesting let us go for acting in movies, so he is saying എന്നെ കാണാൻ വളരെ ഭംഗിയുള്ളതുകൊണ്ട് എന്നെ ചിലപ്പോൾ സിനിമയിലെടുക്കും. സിൻസ് ഐ ആം ബെറ്റർ ദാൻ യു, ഐ ആം ബെറ്റർ ഇൻ better looking, I may be taken to movies, but आपके बारे में तो डाउट है, आपको कौन लेगा, ऐसा करके वो छेड़ रहे हैं अपना फ्रेंड को. तो ये सेइंग मैं तो मूवी में जाएगा और मैं आपको बाद में मेरा सेक्रेटरी से पूछ के मेरे से मिलना पड़ेगा, ऐसा ऐसा करके. സോ ദാറ്റ് ഇസ് ദാറ്റ്. കോമഡി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമില്ലല്ലേ. ഏതായാലും കിടക്കട്ടെ. താങ്ക് യു.